ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയ്യോ മോളെ മാറ്, വണ്ടി വരുന്നു. അയ്യോ മോളെ ഭാഗ്യം കൊണ്ടാ മോളെ രക്ഷപ്പെട്ടത്. മോളെ എന്തെങ്കിലും പറ്റിയായിരുന്നോ? ഇവന്മാരൊക്കെ കള്ളും കഞ്ചാവും ഒക്കെ വലിച്ചിട്ടാ വണ്ടി എടുക്കുന്നത്. കാണിച്ചത് കണ്ടില്ലേ, കരുതിക്കുട്ടി കൊല്ലാൻ ചെയ്യുന്ന പോലെ. മോൾ എന്താ ഇതൊന്നും ശ്രദ്ധിക്കാത്തെ? അത് ഞാൻ ശ്യാമമ്മയുടെ കാണാൻ വേണ്ടി ഓടി വന്നതാ. ശ്യാമമ്മയുടെ പെട്ടെന്ന് പോയപ്പോ കാര്യം എന്തായാലും സൂക്ഷിക്കണം മോളെ. ഇവന്മാരെയൊക്കെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക. എന്റെ പുറത്ത് തന്നെയാ, ഒരു മാറ്റവും ഇല്ല. പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചപ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഞാൻ വല്ലാതെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. നമ്മുടെ പ്രോഡക്റ്റുകളെ കുറിച്ച് അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടാകുന്നതും വിദേശത്ത് നമ്മുടെ പ്രോഡക്റ്റുകൾ പിടിച്ചു വച്ചിരിക്കുന്നതും നമുക്ക് ക്ഷീണം തന്നെയാണ്. സാമ്പത്തികമായ വീഴ്ച മാത്രമല്ല, കമ്പനിയുടെ റെപ്യൂട്ടേഷനെ തന്നെ അത് ബാധിക്കും. സത്യത്തിൽ അത് വളരെ നല്ലൊരു ഓഫറായിരുന്നു. കാലങ്ങളായിട്ട് കണിമംഗലം ഗ്രൂപ്പ് ശ്രമിച്ചുകൊണ്ടിരുന്നൊരു ഓഫർ. അല്പം ഈസി ആയിട്ട് മുമ്പിൽ എത്തിയതുമായിരുന്നു. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് കൂടുതലൊന്നും ആലോചിക്കാതെ ഞാനത് ചെയ്യാൻ തീരുമാനിച്ചത്. അച്ഛൻ കമ്പനിക്ക് ഉണ്ടാക്കി വെച്ചിരുന്ന സൽപ്പേര് ഞാൻ കാരണം നഷ്ടപ്പെടുമല്ലേ? ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളുടെ ഏറ്റവും വലിയ താവളമാണ് ബിസിനസ്. പ്രത്യേകിച്ചും ജയിച്ചു നിൽക്കുമ്പോൾ അതെപ്പോഴും പേടിക്കണം. നമ്മൾ കയറ്റി അയച്ച പ്രോഡക്റ്റുകൾക്കുള്ളിൽ മയക്കുമരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അതൊരു ചർച്ചയായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും പുറത്തുനിന്ന് ആരോ അതിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ അതും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലെന്നില്ലോ. ചതിക്കാൻ തീരുമാനിച്ചവർ ഞാനാണ് ചതിച്ചതെന്ന് നെറ്റിയിൽ എഴുതി ഒട്ടിച്ചു വയ്ക്കുവോ? ഈ ബെഞ്ചമിൻ ഇല്ലേ, അയാളല്ലേ പുതിയ മാനേജർ, എന്താ അയാളുടെ രീതികൾ? ബെഞ്ചമിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അയാൾ ഹാർഡ് വർക്കിംഗ് ആണ്. സ്വന്തമായിട്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഫാമിലി ആയതുകൊണ്ട് നല്ല കണക്ഷൻസും ഉണ്ട്. അയാളാണിപ്പോൾ ഇതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി എംബസിയിലും മറ്റും കയറി ഇറങ്ങുന്നത്. അയാളെ നമുക്ക് വിശ്വസിക്കാം. ആരെയും പരിപൂർണമായി കണ്ണടച്ച് വിശ്വസിക്കണ്ട.